ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കാലാവസ്ഥയാണ്. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒന്ന്, ഡീഹൈഡ്രേഷൻ. ശരീരത്ത് വെള്ളമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ വിടരുത്. നിങ്ങൾ 100% രാവിലെ തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളമെങ്കിലും, 1 മഗ് വെള്ളമെങ്കിലും രാവിലെ കുടിച്ച് ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി എല്ലാം റെഡി ആയിട്ടേ ഇവിടെ ഒന്നാമത് വരാവൂ. രണ്ടാമത്തെ കാര്യം, അവിടെ തന്നെ മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. 3 ലിറ്റർ എണ്ണി കുടിച്ചോണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, അതിന് ബോയ്സ് ഗേൾസ് ഒന്നുമില്ല. യൂറിനറി ഇൻഫെക്ഷൻ. നമ്മുടെ ശരീരത്ത് വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ഇത്രയും വർക്കൗട്ടുകളും കാര്യങ്ങളും ചെയ്യുന്നതാണ്. ശരീരം ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ്, വെളിയിൽ നല്ല ഹീറ്റാണ്. സ്വാഭാവികമായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അത് സംഭവിക്കാം. അതിശക്തമായ വയറുവേദനയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും, മെഡിസിൻ കഴിക്കേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് നല്ല രീതിയിൽ വാട്ടർ തെറാപ്പി ഒരു സയൻസാണ്. സോ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒന്നുകിൽ സാധാരണ നമ്മുടെ പച്ചവെള്ളം കുടിക്കുക, സാധാരണ നമ്മൾ കിട്ടുന്ന വെള്ളം, സേഫായിട്ടുള്ള വെള്ളം, വൃത്തിയുള്ള വെള്ളം. അല്ലെങ്കിൽ നേർപ്പിച്ച നാരങ്ങ വെള്ളം, തണ്ണിമത്തൻ അടിച്ചതോ, ഒരുപാട് മോര്, നേർപ്പിച്ച മോര്, ഇതൊക്കെ ശരിക്കും കഴിക്കുക. ഫുഡിനെക്കാട്ടി കൂടുതൽ വെള്ളം ഉപയോഗിക്കുക. മനസ്സിലായോ? കാലാവസ്ഥ ഒരു പ്രധാന കണ്ടൻ്റാണ്. കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. വെള്ളമില്ല ശരീരത്ത്, ഡീഹൈഡ്രേഷൻ കാരണം കുഴഞ്ഞു വീഴുകയും അപകടം പറ്റുകയൊക്കെ ചെയ്യാനുള്ളതാണ്. അതിനുള്ള ഒരു അവസരം ഒരുക്കരുത്. നന്നായിട്ട് വെള്ളം കുടിക്കണം. മനസ്സിലായോ? മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു, മൂത്രം ഒഴിക്കാൻ പോകുക, നോ പ്രോബ്ലം. ഓക്കെ ആണല്ലോ?